ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആവശ്യത്തിന് മാത്രമേ വസ്ത്രവും ഭക്ഷണവും വാങ്ങാവുള്ളൂ. പിന്നെ വാങ്ങുന്നത് ഉപയോഗിച്ച് അതിന്റെ നെല്ലിപ്പലക കാണാതെ കളയരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ദാ ഈ ഷോക്കേസിനകത്ത് നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ പോർഷനില്ലേ, അതെന്റെ അമ്മയുടെ പഴയ കാഞ്ചീപുരം സാരിയാ. ഇതുപോലെ എന്റെ സ്റ്റോർ നിറച്ചും പഴയ സാധനങ്ങളാണ്. ഉപയോഗിച്ചാലും അതിന്റെ ആത്മാവ് ബാക്കിയുള്ള, അന്തസത്ത ബാക്കിയുള്ള, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുള്ള കുറേ സാധനങ്ങൾ. നമ്മുടെ സ്റ്റോറിന്റെ സീലിംഗ് ചെയ്തപ്പോഴും ഞാൻ ഇക്കാര്യം മനസ്സിൽ കരുതിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കൈത്തറി തുണിയുടെ ബിറ്റ്സ് അതെല്ലാം വെച്ചാണ് ഈ സീലിംഗ് ചെയ്തത്. ഇതിൽ കീറിപ്പോയ സാരികളുടെ പല്ലു പോർഷൻ ഉണ്ട്, ബ്ലൗസിന്റെ ബിറ്റ്സ് ഉണ്ട്. പിന്നെ ആവശ്യം പറഞ്ഞപ്പോൾ ചില നാഷണൽ അവാർഡ് വിന്നിംഗ് വീവേഴ്സ് ഒക്കെ യാർഡേജസിന്റെ ബാക്കി വന്ന ഫാബ്രിക് ബിറ്റ്സ് ഇല്ലേ, അത് അയച്ചു തന്നു. സീലിംഗ് ഉണ്ടാക്കിയതിന്റെ ബാക്കി തുണി വെച്ച് ഞങ്ങളൊരു ലോക്കൽ ആർട്ടിസനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാ ഇതൊക്കെ. കോസ്റ്റേഴ്സ്, പ്ലഷീസ്, ഇതാ ഒരു മീനിനെ കണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. പിന്നെ സ്ക്രഞ്ചീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ബിറ്റ് വരെ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ലോക്കൽ ആർട്ടിസനെ കൊണ്ട് ചെയ്യിച്ച ടോട്ട് ബാഗ് ആയത്, ദ ട്രിവാൻഡ്രം ടോട്ട് ബാഗ്. പിന്നെ ഞങ്ങളുടെ പ്ലഷീസിലെ ആനക്കുട്ടനെ കണ്ടോ, ഇവൻ എൻ്റെ ഫേവററ്റാ. ഇതാ ഇവന്റെ കുഞ്ഞു വാല് കണ്ടോ, എന്ത് ക്യൂട്ടാന്നറിയാമോ. തുണി കൊണ്ടുണ്ടാക്കിയ ടോയ്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം, അവർ വായി വെച്ചാലും കുഴപ്പമില്ല, കഴുകാം. പിന്നെ ഈ സ്ലിംഗ് ബാഗ് കലംകാരി പാച്ച് വെച്ച് ഉണ്ടാക്കിയതാട്ടോ. അതായത് ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ എപ്പോഴും സാരീസ് തന്നെ ആവണം എന്നില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വഴിയും നിങ്ങൾക്ക് ഹാൻഡ്ലൂം സപ്പോർട്ട് ചെയ്യാം. ഈ കോയിൻ പൗച്ചസും ടോട്ട് ബാഗ്സും എല്ലാം വിമൻ ആർട്ടിസൻസ് ലോക്കൽ ആയിട്ടുള്ളവർ ഉണ്ടാക്കിയതാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ റീയൂസ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് ചുറ്റുമുള്ള ലോക്കൽ ആർട്ടിസൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ശരിക്കും സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. മുൻപ് പറഞ്ഞിട്ടില്ലേ, ഇതെൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഇതൊക്കെ വെക്കാനായിട്ട് കെയിൻ ബാസ്ക്കറ്റ്സ് വാങ്ങുമ്പോഴും ലാംപ് ഷെയ്ഡിന് പകരം കുട്ടയും വട്ടിയൊക്കെ ഉപയോഗിച്ചപ്പോഴും അമ്മയുടെ പഴയ കാഞ്ചീപുരം സാരി എടുത്ത് ഷോക്കേസിന് ബാക്കിംഗ് കൊടുത്തപ്പോഴും ഈ ഫാബ്രിക് ബിറ്റ്സ് എല്ലാം ചുമന്ന് ലോക്കൽ ആർട്ടിസൻസിനെ ഏൽപ്പിച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറയുമ്പോഴും ഒക്കെ ഞാൻ ആലോചിച്ചത് ഞാൻ കേട്ട് വളർന്ന കാര്യങ്ങളാണ്. അനാവശ്യമായി ഒന്നും വാങ്ങരുത്, വാങ്ങിയത് നല്ലോണം ഉപയോഗിക്കുക, ഒരു സാധനവും വേസ്റ്റ് ചെയ്യരുത്. സോ ഡിയർ പേരൻസ് who taught us about sustainability even before sustainability was a thing, thank you so much.